രാം നാരായൺ രാം. ഈ ദൂതന്മാർ എങ്ങനെ അന്തരീക്ഷത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാമെന്ന് അതീവ ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നത്. ആ ബിന്ദുവിൽ നിന്ന് അവർ ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും ഇടയിൽ തെറ്റിദ്ധാരണയും വേർപാടും സൃഷ്ടിക്കുന്ന സാഹചര്യം ഒരുക്കുന്നു. ഉദാഹരണത്തിന്, അവരുടെ നിയമം അനുസരിച്ച് 10 ലക്ഷം പേരെ ആകർഷിച്ച് അവരെ 16-ാം ഘട്ടത്തിലേക്ക് എത്തിക്കാൻ അവർ തീരുമാനിച്ചാൽ 10 ലക്ഷത്തിൽ എങ്കിലും 8 ലക്ഷം പേരെ എത്താൻ അനുവദിക്കാതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് അനുഗ്രഹമായാലും അവരുടെ ഒരു പ്രവൃത്തിയായാലും അവർ വിശ്വസിക്കുന്നത് 52 ലക്ഷം വർഷങ്ങളോളം ചെയ്യേണ്ടിയിരുന്ന സാധ്യതയെ ചുരുക്കിയ സമയത്ത് നേടാമെന്നതാണ്. ഈ യാത്രയിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കി തടസ്സം സൃഷ്ടിക്കാനാകുമെങ്കിൽ അവർക്ക് അതിൽ തന്നെ ലാഭമുണ്ട്. ലഭിക്കുന്ന വിഭാഗത്തിൽ നിന്ന് എത്ര പേരെ തടയാൻ കഴിയുമോ അവർക്ക് അത്രയും കിട്ടും. ഇതാണ് അവരുടെ നിയമം. അവർ എത്ര ചെറുതായാലും തെറ്റിദ്ധാരണ ഉണ്ടാകാവുന്ന കാര്യങ്ങളിൽ മുഴുകിയിരിക്കും. അവർ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മൾ സങ്കൽപ്പിക്കാൻ കഴിയാത്തവയാണ്. എന്നിരുന്നാലും ഈ തെറ്റിദ്ധാരണ അവർ സന്താനങ്ങളുടെ, ശിഷ്യരുടെ ഇടയിൽ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. ലഭിക്കുന്നവർക്കും ഗതിദാതാക്കൾക്കുമിടയിൽ ബാധകത ഉണ്ടാകാം, പക്ഷേ ഗതിദാതാക്കൾ ഒരിക്കലും തെറ്റായി മനസ്സിലാക്കില്ല. അവർ പിഴച്ചു പോകാതെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗതിദാതാക്കൾ പിഴവ് തിരുത്താൻ ശ്രമിക്കാറില്ല. പക്ഷേ അവർ തെറ്റായി മനസ്സിലാക്കുമ്പോൾ, പിഴവ് ചെയ്യുമ്പോൾ അവർ കുറ്റാരോപണം ചെയ്ത് വിട്ടുമാറും. അപ്പോൾ അവർക്ക് അനുമതി സാങ്ഷൻ ലഭിക്കില്ല.